നിലമ്പൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് കോടതി. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് 11 വർഷവും 9 മാസവും, രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും, ആറാം പ്രതി നിഷാദിന് 3 വർഷവും 9 മാസവും തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. കേസിലെ മൊത്തം 13 പ്രതികളിൽ 1, 2, 6 അങ്ങനെ 3 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടിരുന്നു. വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം അവർ ചെയ്തിട്ടുണ്ട് എന്നും കാണുണ്ടായി. ശിക്ഷയെ സംബന്ധിച്ച് ഉള്ള വാദം പൂർത്തിയായതിനു ശേഷം ഇന്നാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഒന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രതി 120B, അത് ഗൂഢാലോചന, അതുപോലെ തന്നെ 347, തെളിവ് നശിപ്പിക്കൽ 201, പിന്നെ നരഹത്യ, അങ്ങനെ 4 ഇത് പ്രകാരമാണ് വകുപ്പുകൾ പ്രകാരമാണ് ഒന്നാം പ്രതിയെ കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുള്ളത്. തന്നെ രണ്ടാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം 120B പ്രകാരം 2 വർഷം, 365-ന് 3 വർഷം, 347 2 വർഷം, 201 പ്രകാരം 9 മാസം, അങ്ങനെ മൊത്തം 8 കൊല്ലവും 9 മാസവും. ഇതും ഓരോന്നും അതായത് ഒന്നിച്ചനുഭവിച്ചാൽ പോരാ, എല്ലാ ശിക്ഷാവിധികളും സെപ്പറേറ്റ് ആയിട്ട് അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നിഷാദിന് 120B പ്രകാരം 2 വർഷം, 347 പ്രകാരം 3 വർഷം, 201 പ്രകാരം 9 മാസം, അതായത് മൊത്തം 5 കൊല്ലവും 9 മാസവും. അതുപോലെ തന്നെ ഈ മൊത്തം 3,50,000 ഉറുപ്പിക വ്യത്യസ്ത വകുപ്പുകൾ പ്രകാരമാണ് ഫൈന്. അതുപോലെ തന്നെ ഈ വിക്ടിം കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഇയാളുടെ ഷാബാ ഷെരീഫിൻ്റെ ഭാര്യയ്ക്കും ജബിൻ താജ് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ ഈ കേസിൽ വിധി പറഞ്ഞു. ഇവർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. കേസിൽ പ്രതി ചേർത്തിരുന്ന 12 പേരെ കോടതി വെറുതെ വിട്ടു. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസ് ആണ് ഷാബാ ഷെരീഫ് കേസ്. 2024 ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്തുവാൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് നിർണായകമായത്. വിചാരണയുടെ ഭാഗമായി 80 സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു. ഷാബാ ഷെരീഫ് കൊലക്കേസിലെ മുഖ്യപ്രതിയായ ഷൈബിൻ അഷ്റഫിൽ നിന്നും വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ കൂട്ടുപ്രതികൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. ഈ സംഭവത്തിൽ നിന്നാണ് ക്രൂര കൊലപാതകത്തിന്റെ വിവരം പുറം ലോകം അറിഞ്ഞത്. പിന്നീട് അന്വേഷണത്തിൽ കാര്യങ്ങൾ ഓരോന്നായി പുറത്തുവന്നു. നാട്ടുകാരോട് സൗമ്യനായി പെരുമാറിയിരുന്ന ഷൈബിൻ അഷ്റഫ് ചെയ്ത ക്രൂരതകൾ ഞെട്ടലോടെയാണ് മുക്കട്ടയിലെ ജനങ്ങൾ കേട്ടത്. മൈസൂർ സ്വദേശിയായ പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ഷാബാ ഷെരീഫിനെ നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് 2019 ഓഗസ്റ്റിലായിരുന്നു. വ്യവസായിയായ നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫും സംഘവുമായിരുന്നു പിന്നിൽ. ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്ന് വ്യാപാരം നടത്തി പണമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. 1 വർഷം ചങ്ങലക്കിട്ട് പീഡിപ്പിച്ചിട്ടും വൈദ്യൻ മരുന്നിന്റെ രഹസ്യം പറയുവാൻ തയ്യാറായില്ല. ക്രൂരപീഡനത്തിനൊടുവിൽ ഷാബാ ഷെരീഫ് കൊല്ലപ്പെട്ടു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. SS ഗ്രൂപ്പ്, നിലമ്പൂർ.